ഇപ്പം കേരളത്തിൽ വലിയ ചർച്ച ചെയ്തൊരു കേസാണ് വിസ്മയ കേസ്. കൊല്ലത്താണ് ആ കേസിൻ്റെ വിചാരണ നടന്നത്. ഞാൻ ആ വിചാരണ മുഴുവൻ കണ്ട ഒരാളാണ്. എന്തായിരുന്നു വിസ്മയ കേസ്? സ്ത്രീധന സംബന്ധമായ ബുദ്ധിമുട്ടിൻ്റെ പുറത്തൊരു പെൺകുട്ടി, മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി ഭർതൃഗത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭർത്താവ് കിരൺകുമാർ കോടതി ശിക്ഷിച്ചു പോയി. സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പാന്ന് തോന്നുന്നു ആരൊക്കെയോ വീട് കയറി ആക്രമിച്ചു. അപ്പോൾ ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആൾക്കാരിങ്ങനെ എഴുതുകയാണ്, ഇവന് അടി കൊടുക്കേണ്ടവനാണ്, കൊല്ലേണ്ടവനാണെന്നൊക്കെ പറയും. ഞാനതിലൊരു വ്യത്യസ്ത ആംഗിൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തായിരുന്നു ആ കേസെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ സ്വർണം ആവശ്യപ്പെടുന്നു, പിന്നെ വീണ്ടും ആവശ്യപ്പെടുന്നു, കാർ ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാൻ കഴിയാതെ മാനസിക സംഘർഷത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എനിക്കതിലൊരു വ്യത്യസ്തമായ ആംഗിളുള്ളത്, ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിലെ സ്ത്രീധനം നിന്നോ? ഇപ്പം ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ആരും സ്ത്രീധനം വാങ്ങുന്നില്ലേ? ഇത് കിരണിന് മുമ്പും കിരണിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ലേ? ആൾക്കാർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം നിങ്ങളൊരു ക്രൈം എടുത്ത് ഒരാളെ ശിക്ഷിപ്പിച്ചാൽ അതൊരു ക്രൈമാണെന്നും ആ ശിക്ഷയോടുകൂടി ആ ക്രൈം റേറ്റ് കുറയുകയും വേണമല്ലോ. അതിനാണല്ലോ നമ്മൾ ഇപ്പോൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്നത്. എന്തിനാണ്? റേപ്പ് കേസിൽ റേപ്പ് ഉണ്ടാവാൻ പാടില്ല, മോഷണം ഉണ്ടാവാൻ പാടില്ല. അതാണല്ലോ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീധന കേസുമായി ബന്ധപ്പെട്ട് കിരൺകുമാർ ശിക്ഷ കൊടുത്തു. കിരൺകുമാറിന് മുമ്പും ശേഷവും ഇത് നടക്കുകയല്ലേ? സിമ്പിൾ ചോദ്യം. ഇപ്പോൾ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച കിരൺകുമാറിനെ ജയിലിലാക്കാൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മകളെ നല്ല രീതിയിൽ കെട്ടിക്കാൻ വേണ്ടിയല്ലേ? ഇപ്പം ഇതിന് വിധി പറഞ്ഞ ജഡ്ജ് എന്തിനാ അദ്ദേഹം കൂടുതൽ സമ്പാദിക്കുന്നത്? തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ? സ്ത്രീധനം എന്നുള്ള രീതിയിലല്ല, അവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഈ ശിക്ഷയോടുകൂടി ക്രൈം കുറഞ്ഞോ? അല്ലെങ്കിൽ ഈ ക്രൈം അവസാനിച്ചോ? ഈ ക്രൈം ഇപ്പോൾ നടക്കുന്നില്ലേ? ഇന്നിപ്പോൾ സംസാരിക്കുന്ന മൊമെൻറ്റിൽ കേരളത്തിൽ നടക്കുന്ന കല്യാണം നമുക്കിപ്പോൾ എടുക്കാം. എല്ലാം ഇത് കൊടുത്തല്ലേ? കൊടുക്കൽ വാങ്ങലുകൾ ഉറപ്പിക്കുന്നില്ല, ഇപ്പോഴും പറഞ്ഞുറപ്പിക്കുന്നില്ല. ഇരുന്ന് സംസാരിച്ച് ഇപ്പോഴും മോൾക്ക് എന്ത് കൊടുക്കും, മോൻ എന്ത് കൊടുക്കുന്നു, ഇപ്പോഴും പറഞ്ഞുറപ്പിക്കുന്ന സൊസൈറ്റിയിൽ മൊമെൻറ്റ്സിലല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ക്രൈം കൊണ്ട് കിരൺകുമാർ എന്നേക്കുമായി പ്രശ്നക്കാരനും കിരൺകുമാറെ ആക്രമിക്കുന്നവർ മുഴുവൻ വിശുദ്ധരുമാണെന്നാണോ സംസാരിക്കുന്നത്? അല്ല.